പ്രധാന റോഡിലെ ഒരു പാലം കാലപ്പഴക്കത്തിൽ അത് തകർന്നു വീഴാറായിട്ടും പുതുക്കിപ്പണിയാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാനാകാത്ത അവസ്ഥയുമെത്തി. പറഞ്ഞു വരുന്നത് കോട്ടയത്തെ അയർകുന്നം പഞ്ചായത്തിലുള്ള വാലിങ്കൽ പാലത്തെക്കുറിച്ചാണ്. പാലം പുതുക്കിപ്പണിയാത്തത് നാട്ടുകാരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിവരിക്കുന്നു ആ ദുരവസ്ഥ. പുലിവാലായി വാലിങ്കൽ പാലം. അമയന്നൂർ കവലയിൽ നിന്ന് താന്നിക്കപ്പടി വരെ എത്തുന്ന റോഡാണിത്. ആ റോഡിലെ പ്രധാന പാലമാണ് വാലുങ്കൽ പാലം. ഭാരവാഹനങ്ങളടക്കം കടന്നുപോയിരുന്ന ഈ പാലത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ബലക്ഷയമുണ്ടായത്. പ്രളയജലം ഒഴുകി വന്നതോടെ പാലത്തിനടിയിലെ കൽക്കെട്ടുകൾ ഇടിഞ്ഞു. അടുത്ത കാലത്ത് പാലത്തിൽ വലിയ കുഴിയും രൂപപ്പെട്ടു. ഇതോടെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ഇപ്പോൾ വീടുകളിലേക്ക് എത്താൻ നാട്ടുകാർ ചുറ്റി വളഞ്ഞാണ് പോകുന്നത്. അപകടാവസ്ഥയിലാണ്. അടിയിലൊന്നുമില്ല, അടിഭാഗമൊന്നുമില്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന ഭാഗമാണ്. കുറച്ചു കാലമായി കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ അടുത്ത കാലത്ത് ഇത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം കണ്ടമാനം ജോലിക്കാർ പോകുന്ന റൂട്ടായത്. മെഡിക്കൽ കോളേജ്, മാതാ ഹോസ്പിറ്റല്, കാരിത്താസ് ഹോസ്പിറ്റല്, യൂണിവേഴ്സിറ്റി, അങ്ങനെ കണ്ടമാനം ജനങ്ങളിൽ പോകുന്ന റൂട്ടാണ്. ഇത് അടച്ചത് മൂലം ഒത്തിരി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പാലത്തിന് ബലക്ഷയമുണ്ടായതോടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് PWD ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. പിന്നാലെ ബസ് സർവീസും മുടങ്ങി. യാത്രാ ദുരിതം ഇരട്ടിയായിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ഈ പാലം അപകടാവസ്ഥയിലായി എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് തന്നെ വർഷങ്ങളായി. അത് തന്നെയല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഹൈറേഞ്ച് മേഖലകളിൽ നിന്ന് തന്നെ പൊൻകുന്നത്തും കൂരാലി വഴി എല്ലാം കടന്നു വന്ന് ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ആളുകളെല്ലാം കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാതയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവരെയൊക്കെ സംബന്ധിച്ച് ഒരു ബസ് സർവീസ് ഇതിലെ ഉണ്ടായിരുന്നതാണ്. അത് ആശ്രയിച്ചാണ് സാധാരണക്കാർ പൊയ്ക്കൊണ്ടിരുന്നത്. ആ ബസ് സർവീസ് ഇപ്പം പൂർണ്ണമായിട്ട് നിന്നിരിക്കുകയാണ്. PWD റോഡാണ്. ഇതിനെ ബന്ധപ്പെട്ട MLA-യുടെ ഭാഗത്തുനിന്നും ഇതുവരെയും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ, ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല, നാട്ടുകാർ ശക്തമായിട്ട് ഇതിന് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. 50 വർഷത്തോളം പഴക്കമുള്ള പാലമാണിത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കടക്കം എളുപ്പത്തിലെത്താൻ ഉപകരിക്കുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് മാത്രമല്ല, ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പാലം അപകടാവസ്ഥയിലായതോടെ PWD ബാരിക്കേഡ് ഉപയോഗിച്ച് ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതോടെ ബസ് സർവീസും നിലച്ചു. യാത്രാക്ലേശം ഇരട്ടിയായതോടെ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ ആലോചിക്കുകയാണ് നാട്ടുകാർ. ഷിബു കണിയാങ്കുളത്തിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.